Okay, next question നോക്കാം. The lightweight aggregates are obtained from A. Sedimentary rock, B. Metamorphic rocks, C. Igneous rock, D. Volcanic source. Okay, lightweight aggregate എക്സാമ്പിൾ നമുക്കറിയാം എന്താണ്? ബസാൾട്ട് ലൈറ്റ് വെയിറ്റ് അഗ്രിഗേറ്റിന് എക്സാമ്പിൾ ആണ്. അതേപോലെ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റോറി നോക്കാം എങ്ങനെയാണ്. നമുക്കറിയാം വോൾക്കാനിക് ഇറപ്ഷൻ അല്ലെ. വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വോൾക്കാനിക് ഇറപ്ഷനിൽ മാഗ്മ നമുക്ക് കിട്ടും. ഓക്കെ, മാഗ്മയാണ് വരുന്നത്. ഈ മാഗ്മ നമ്മൾ എന്താണ് ചെയ്യുന്നത്? മാഗ്മ സോളിഡിഫൈ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഇഗ്നിയസ് റോക്ക്. ഓക്കെ, മാഗ്മ സോളിഡിഫൈ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന റോക്ക് ആണ് നമ്മുടെ ഇഗ്നിയസ് റോക്ക്. ഓക്കെ, അഗെയിൻ ഇഗ്നിയസ് റോക്കിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷറിന്റെ വേരിയേഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെറ്റമോർഫിക് റോക്ക് കിട്ടും. ഓക്കെ, അഗെയിൻ ഇഗ്നിയസ് റോക്കിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷറിന്റെ വേരിയേഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെറ്റമോർഫിക് റോക്ക് നമുക്ക് കിട്ടും. ഇത് ജനറൽ ആയിട്ടുള്ള പ്രോസസ് ആണ്. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ വോൾക്കാനിക് ഇറപ്ഷൻ ആകുമ്പോൾ നമുക്ക് ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ കൂടെ കിട്ടും, അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് അഗ്രിഗേറ്റ് കൂടെ നമുക്ക് കിട്ടും. ഓക്കെ, ലൈറ്റ് വെയിറ്റ് അഗ്രിഗേറ്റ് കൂടെ നമുക്ക് വോൾക്കാനിക് ഇറപ്ഷൻ അല്ലെങ്കിൽ വോൾക്കാനിക്കിന്റെ സോഴ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ബസാൾട്ടും അതേപോലെ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ ആൻസർ ഏതായിരിക്കും? ലൈറ്റ് വെയിറ്റ് അഗ്രിഗേറ്റ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം വോൾക്കാനിക് സോഴ്സ്. ഓക്കെ, ലൈറ്റ് വെയിറ്റ് അഗ്രിഗേറ്റ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം വോൾക്കാനിക് സോഴ്സ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Granite, mainly composed of quartz and feldspar particle, is obtained from A. Sedimentary rock, B. Metamorphic rocks, C. Igneous rocks, D. all of these. Okay, അപ്പോൾ ഗ്രാനൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, ചിലർക്ക് അറിയാമായിരിക്കും. ഇഗ്നിയസ് റോക്കിന്റെ എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് അറിഞ്ഞുകൂടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സിമ്പിൾ ആയിട്ട് ഇഗ്നിയസ് റോക്കിന്റെ ജി എടുക്കണം. ഇത് തന്നെയാണ് നമ്മുടെ ഗ്രാനൈറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയും എക്സാമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇൻ അഡീഷൻ ടു ദാറ്റ് വേറെ എന്താണ് ഓർക്കേണ്ടത്? ഗ്രാനൈറ്റ് മെയിൻലി കമ്പോസ്ഡ് ഓഫ്, ഗ്രാനൈറ്റിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? നമ്മുടെ ക്വാർട്സും അതേപോലെ ഫെൽഡ്സ്പാറും അടങ്ങിയിട്ടുണ്ട്. അതും കൂടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? ജനറലി എന്താണ് ഗ്രാനൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഗ്നിയസ് റോക്കിന്റെ എക്സാമ്പിൾ ആണ്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Rocks formed due to alteration of original structure due to heat and excessive pressure are called A. Sedimentary rocks, B. Igneous rocks, C. Metamorphic rocks, D. None of this. ഇത് നമുക്ക് അറിയുന്നതാണ് അല്ലെ. റോക്സ് ഫോംഡ് ഡ്യൂ ടു ആൾട്ടറേഷൻ ഓഫ് ഒറിജിനൽ സ്ട്രക്ചർ ഡ്യൂ ടു ഹീറ്റ് അല്ലെങ്കിൽ ആൻഡ് എക്സസീവ് പ്രഷർ, ഹീറ്റും പ്രഷറിന്റെ വേരിയേഷനിൽ നമുക്ക് ഫോം ആവുന്ന റോക്കിന്റെ എന്താണ് പറയുന്നത്? മെറ്റമോർഫിക് റോക്ക് ആണ് പറയുന്നത്. ഓക്കെ, മെറ്റമോർഫിക് റോക്ക്. സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് ഓൾറെഡി അറിയുന്ന ആൻസർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കാൽസിനേഷൻ ഓഫ് എന്താണ്? എ. ബോക്സൈറ്റ്, ബി. ജിപ്സം, സി. കങ്കർ, ഡി. ലൈം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? എക്സ്ട്രാ ആയിട്ട് പോയിന്റ് എന്താണ്? നമ്മുടെ ജിപ്സത്തിലും കാൽഷ്യം ഉണ്ട്, അതേപോലെ കങ്കറിലും നമ്മുടെ കാൽഷ്യം ഉണ്ട്, ലൈം സ്റ്റോണിലും നമ്മുടെ കാൽഷ്യം ഉണ്ട്. കാൽഷ്യം ഇല്ലാത്ത പ്രൊഡക്റ്റ് ഏതാണ്? നമ്മുടെ ബോക്സൈറ്റ്. ബിക്കോസ് ബോക്സൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓർ ഓഫ് അലുമിനിയം ആണ്. ഓക്കെ, ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഓർ ഓഫ് അലുമിനിയം ആണ്. അങ്ങനെ തന്നെ ഈ ഓപ്ഷൻ റിജക്ട് ആവും. ഓക്കെ, ഇൻ കേസ് നമുക്ക് ആൻസർ അറിഞ്ഞുകൊടുക്കില്ല. ജനറലായിട്ട് ഈ ആൻസർ എല്ലാവർക്കും അറിയാം. എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇസ് ഒബ്റ്റെയിൻഡ് ബൈ കാൽസിനേഷൻ ഓഫ് ജിപ്സം. ഓക്കെ ആണല്ലോ? കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ ഓർ അപ് ടു ഇറ്റ്സ് റെഡ്നെസ് അല്ലെങ്കിൽ അപ് ടു ഇറ്റ്സ് ഡിസൈഡ് പ്രൊഡക്റ്റ്. അതുവരെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന ഒരു ഫിനോമിന അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഗൈൻ പറയാം എന്താണ്? പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ ഓർ അപ് ടു ഇറ്റ്സ് റെഡ്നെസ് അല്ലെങ്കിൽ അപ് ടു ദ ഡിസൈഡ് പ്രൊഡക്റ്റ് വി ഗെറ്റ്. ഓക്കെ, അതിനെയാണ് നമ്മൾ കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ ഏതാണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒബ്റ്റെയിൻഡ് ബൈ കാൽസിനേഷൻ ഓഫ് ജിപ്സം. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? Okay, next question. In stone masonry, stones അല്ലെങ്കിൽ stratified rocks are so placed that the direction of pressure to the plane of bedding is A. right angle, B. 45 degree, C. 60 degree, D. parallel. Okay, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? In stone masonry stones are so placed that direction of pressureന്റെ ആ ഒരു ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എങ്ങനെയായിരിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു ദ ബെഡിങ് പ്ലെയിൻ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ആയിരിക്കണം? ഫോർ എക്സാമ്പിൾ നമ്മുടെ ബെഡിങ് പ്ലെയിൻ ആണ്, നമ്മുടെ സ്ട്രാറ്റിഫൈഡ് റോക്സ് ആണ്. നമ്മൾ ഓൾറെഡി അറിയാം എന്താണ് സ്ട്രാറ്റിഫൈഡ് എന്ന്. ഓക്കെ, ഇവിടെ ഡയറക്ഷൻ ഓഫ് പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? 90 ഡിഗ്രിയിലായിരിക്കണം. ഡയറക്ഷൻ ഓഫ് പ്രഷർ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയിൽ ആയിരിക്കണം. ഓക്കെ, ഇവിടെ നമ്മുടെ ഡയറക്ഷൻ ഓഫ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? 90 ഡിഗ്രിയിലായിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോഴേ നമുക്ക് ഡിസൈഡ് സ്ട്രെങ്ത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ 90 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? ഓക്കെ,